ചിഞ്ചു കുടുംബത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് കണ്ടിട്ടിപ്പോൾ കുറച്ച് ദിവസമായി, 3-4 ദിവസമായി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണ്. നമ്മുടെ വഴുതനയും നമ്മുടെ തക്കാളി, വഴുതന, വെണ്ട എല്ലാം എങ്ങനെ നല്ലതുപോലെ കായ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടേക്കണേ. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, അതിനെല്ലാവർക്കും നന്ദിയുണ്ട്. പക്ഷെ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോഴേ ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ തോന്നുകയുള്ളൂ. അപ്പം എല്ലാവരോടും കൂടി ഞാൻ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ ആരും മറക്കല്ലേ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിത് വളപ്രയോഗം നടത്തിയതിന് ശേഷമുള്ള വഴുതനങ്ങ കണ്ടോ, നോക്കിയേ. ഇതിൻ്റെ ഇലകൾ കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു കായെല്ലാം ആയിട്ടുണ്ട്. ഇതൊരു ചെറിയ വഴുതനയാട്ടോ. ഇത് നോക്കിയാൽ ഇഷ്ടംപോലെ കായായിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കായായിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മളിങ്ങനെ ഒരു ചിലവുമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നോക്കിക്കുക, വഴുതന നിറച്ചും കായായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം ഇത് കാണാമെന്ന് എനിക്കറിയില്ല. ഇത് നോക്കിയാൽ നല്ലതുപോലെ കായായിട്ടുണ്ട്. ഇതിൻ്റെ ഇലകൾ തന്നെ കണ്ടാൽ അറിയത്തില്ലേ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിലുള്ള നമ്മൾ ഈ പുഴുക്കേട് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ മാറും ഈ മരുന്ന് ഒഴിക്കുമ്പോൾ കേട്ടോ. ഇത് നമ്മൾ ചോട്ടിലോട്ട് ഒഴിക്കുകയല്ല, കുറച്ച് മാറ്റി ഒഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. നോക്കിയാൽ നല്ലതുപോലെ കണ്ടോ, നല്ല വഴുതനങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇലകളും നല്ല തണ്ടും നല്ല തഴച്ച് വളരുന്നുണ്ട്. ചെറിയ വഴുതന വരെ ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് മരുന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് എന്നോട് പറയണം. നിങ്ങൾ കമൻറ്റ് ഇടണം, മറക്കല്ല. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ലൈക്ക് ഒന്ന് തരണം, മറക്കല്ലേ. ഇനി നമ്മൾ നോക്കിയാൽ നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇതിന് മാത്രമല്ല, വഴുതനങ്ങയ്ക്ക് മാത്രമല്ല തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മൾ പയറിനൊഴിക്കാം, തക്കാളിക്കൊഴിക്കാം, അങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഈ വളപ്രയോഗം ചെയ്യാവുന്നതാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ ഒത്തിരി താമസമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ളത്. നമ്മൾ വീട്ടമ്മമാർക്ക് പുറത്തൊന്നും പോയി പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ളത് മാത്രമാണിത്. അത് നമ്മൾ സാധാരണ നമുക്ക് വീട്ടമ്മമാർക്ക് പറഞ്ഞാൽ പുറത്തൊക്കെ പോയി പൈസ കൊടുത്ത് മേടിച്ച് ഓരോന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ നോക്കുന്നതിൻ്റെ ഇടയിൽ പുഴു ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മുടെ ചെറിയ പുഴുക്കൾ കാണും, അതുങ്ങളെ പിടിച്ച് അപ്പം തന്നെ നമ്മൾ കൊന്നു കളയാം. ഇനി നമ്മൾ എങ്ങനെയാണ് മരുന്ന് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ കപ്പിന് ഒരു 4 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. തലേന്നത്തെ കഞ്ഞിവെള്ളമാട്ടോ എടുത്തിരിക്കുന്നത്. പഴയൊരു ബക്കറ്റിലോട്ടാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. 1/2 ലിറ്റർ കപ്പാണിത്. അപ്പം ഇനി നമ്മളിതിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലോട്ട് ആദ്യം ഒരു ചിരട്ടയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചിരട്ട അടുപ്പ് കത്തിച്ച് ചാരമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചാരം എടുത്ത് നമുക്കിതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചാണകമോ പച്ചച്ചാണകമാണ്. പച്ചച്ചാണകം കിട്ടാനില്ലെങ്കിൽ നമുക്കത് ഉണങ്ങിയ നമ്മുടെ ചാണകപ്പൊടി ആയാലും നമുക്ക് ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇതിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യാൻ. അത് നല്ലപോലെ വെള്ളം ചേർത്ത് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ ചാണകത്തിൻ്റെയും ഈ ചാരത്തിൻ്റെയും നല്ലതുപോലെ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. നമ്മളൊരു കോല് കൊണ്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് കലക്കി നന്നായി യോജിപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ കൂടുതൽ വെള്ളം ഇതിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ ചെടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. ചെടിയിലല്ല, നമ്മൾ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന ഇതേ നല്ലതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അരിച്ചെടുത്തിട്ട് നിങ്ങൾക്കിത് സ്പ്രേ ചെയ്യാം കേട്ടോ. അതിൻ്റെ തണ്ടുകളിലും ഇലകളിലും എല്ലാം നമ്മൾ ഇങ്ങനെ കുറച്ച് മാറ്റിയിട്ട് ഇതിലോട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വഴുതനയുടെ നേരിട്ട് നമ്മൾ ചോട്ടിൽ ഒഴിക്കുന്നില്ല, വഴുതനയിലും പയറിലും എല്ലാം നമ്മളിത് ചെയ്യുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇഷ്ടം പോലെ നമുക്ക് കായ ഉണ്ടാകുകയും ചെയ്യും. നല്ല പൂവിടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തക്കാളിക്കും വഴുതനങ്ങയ്ക്കും പയറിനും എല്ലാം സൂപ്പർ കേട്ടോ. മത്തന്, കുമ്പളൻ എല്ലാത്തിനും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക.